ഇന്ന് ജൂൺ 24 ലോക ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സിയുടെ പിറന്നാൾ ദിവസം. ഏതൊക്കെ തരം ഫാൻ ഫൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ലയണൽ മെസ്സി അദ്ദേഹം ഒരു മികച്ചവൻ ആണെന്നുള്ളതാണ്. പക്ഷേ ചില ടോക്സിക് മെസ്സി ഫാൻസ് പറയുന്ന പോലെ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അദ്ദേഹം മാത്രമാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം മികച്ചതാണെങ്കിൽ മികച്ചതിനെ കണ്ടും ആരാധിച്ചും വന്നവരാണ് ഞങ്ങൾ എന്നുള്ളതാണ്. ചെറിയൊരു കഥ പറയാം. 2020-2021 യുഎഫ ചാമ്പ്യൻസ് ലീഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 29 ഈ ഒരു ദിവസം ബാഴ്സ ആരാധകർ ഒരു പക്ഷെ മറന്നുപോയിട്ടുണ്ടെങ്കിലും ബാഴ്സ ട്വിറ്റർ അഡ്മിൻ മറന്നുപോകില്ല എന്നുള്ളതാണ്. കാരണം ഒക്ടോബർ 28, 2020 അലയൻസ് അരീനയിൽ വെച്ച് നടന്നിട്ടുള്ള UCL മത്സരം, അതായത് ഫസ്റ്റ് ലെഗ് മത്സരമാണ്. ആ ഒരു മത്സരത്തിൽ ഉസ്മാൻ ഡെംബലിന്റെയും അതേപോലെ തന്നെ ലയണൽ മെസ്സിയുടെയും ഗോളുകൾക്ക് 2-0 എന്നുള്ള സ്കോറിൽ ജുവന്റസിനെ ബാഴ്സലോണ തകർത്തുവിടുകയാണ്. ആ ഒരു മത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 29 ബാഴ്സലോണ ട്വിറ്റർ പേജിന്റെ അഡ്മിൻ അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം കൊണ്ടും ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടും അതിൽ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. വി ആർ ഗ്ലാഡ് യു വർ ഏബിൾ ടു സീ ദ ഗോട്ട് ഓൺ യുവർ പിച്ച്. ഞങ്ങൾ സന്തോഷവാന്മാരാണ്, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പിച്ചിൽ ഞങ്ങളുടെ ഗോട്ടിനെ കാണാൻ കഴിഞ്ഞു. ഈ ഒരു ട്വീറ്റ് ട്വിറ്ററിൽ വന്നതിന് ശേഷം, അതായത് 1-2 ഈ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യാൻ ബാഴ്സലോണ പോസ്റ്റ് ചെയ്തതിനു ശേഷം 2-8 കറക്റ്റ് 2-8 എന്ന് പറഞ്ഞ ഒരു സമയത്ത് ജുവന്റസിന്റെ ട്വിറ്റർ അഡ്മിനിന്റെ ഒരു റിപ്ലൈ 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊടുത്തുന്നതാണ് ആ ഒരു ദിവസം തന്നെ. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: You probably looked it up in the wrong dictionary. We will bring you the right one at Camp Nou. നിങ്ങൾ നോക്കിയത് ഒരു തെറ്റായ ഡിക്ഷണറിയാണ്, ശരിയായതിനെ ഞങ്ങൾ അങ്ങ് ക്യാമ്പ് നൗവിലേക്ക് കൊണ്ടുവരാം. പരാജയപ്പെട്ട് നിൽക്കുകയാണ് ജുവന്റസ്. അതിന് പിറ്റേന്നാണ് ഈ ഒരു ട്വീറ്റ് വന്നത്. അതിന് 1 മണിക്കൂർ കൊണ്ട് മറുപടി കൊടുത്തെന്നുള്ളതാണ്. പിർലോ ആണെന്ന് ജുവന്റസ് മാനേജർ അദ്ദേഹം പറയുന്നുണ്ട് മത്സരശേഷം ഞങ്ങൾ തിരിച്ചു വരും, സെക്കൻഡ് ലെഗിൽ ഞങ്ങൾ തിരിച്ചു വരും. ഒരു ഫസ്റ്റ് ലെഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കൊറോണ കാരണം ഇല്ലായിരുന്നു. ഡിസംബർ 8, 2020 സെക്കൻഡ് ലെഗ് നടക്കുമ്പോൾ ജുവന്റസ് സ്ക്വാഡിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചെത്തി. ആ ഒരു ട്വീറ്റിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. കാരണം ജുവന്റസിന്റെ ട്വിറ്റർ അഡ്മിൻ അറിയാം ഞങ്ങളുടെ ടീമിലുള്ളത് റിയൽ ഗോട്ടാണെന്നുള്ളത്. ക്യാമ്പ് നൗവിൽ അന്ന് കളി കാണാൻ വന്നിട്ടുള്ള ആരാധകര് ഒരു പക്ഷേ ആ ഒരു ബാഴ്സ ട്വിറ്റർ അഡ്മിൻ അദ്ദേഹത്തെ ശപിച്ചു പോയിട്ടുണ്ടാവുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസിന് അവർ കൊടുക്കേണ്ടി വന്ന വില 3 എണ്ണം പറഞ്ഞ ഗോളുകളായിരുന്നുള്ള. അതിൽ 2 എണ്ണം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലുകളിൽ നിന്നായിരുന്നുള്ളതാണ്. അദ്ദേഹത്തിനെ വിമർശിച്ചവർക്കും അദ്ദേഹത്തെ വെല്ലുവിളിച്ചവർക്കും എന്നും ആ കാലും വായയും മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എതിരില്ലാത്ത 3 ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ട് ടോട്ടൽ അഗ്രഗേറ്റ് 3-2 എന്നുള്ള സ്കോറിൽ ജുവന്റസ് അവിടെ ജയിച്ചു കയറാണെന്നുള്ളതാണ്. ആ മത്സരം കഴിഞ്ഞ് 2020 ഡിസംബർ 9 ജുവന്റസ് ഒരു ട്വീറ്റ് കൂടി പോസ്റ്റ് ചെയ്തു: വി കെപ്റ്റ് അവർ വേർഡ്, വി ബോട്ട് ഇറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നു. ഇതിന് മറുപടിയായി ബാഴ്സലോണ ട്വിറ്ററിന് പിന്നെ ഒരു ട്വീറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ബാഴ്സയെ കത്തിച്ചു കളഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നിങ്ങൾ എങ്ങനെയൊക്കെ പാടിയാലും എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരല്ലാതെ അതിന് മറ്റൊരു അവകാശികൾ ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ്.